വേണുവിനെ അന്വേഷിച്ച് കടക്കാര് വീട്ടിലോട്ട് കയറി വരികയാണ്. എന്നിട്ട് വേണുവിനോട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് എനിക്ക് തരാനുള്ള പൈസ തന്നേക്കണം. നിന്റെ മകള് അനന്തപുരിയിലെ മരുമകളാണെന്നൊന്നും ഞാൻ നോക്കില്ല. കയറി ചെന്ന് നാണം കെടുത്തു ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. ഈ സമയത്ത് രേവതി അനാമികയ്ക്ക് വിളിക്കുന്നുണ്ട്. മോളെ, ഞങ്ങൾക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. എന്താ അമ്മേ എപ്പോഴും ഇങ്ങനെ പൈസ ചോദിച്ചാ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? മോളെ, ഇത് മോളുടെ കാര്യം കൂടെയാ. ഇനി പൈസ കൊടുത്തില്ലെങ്കിൽ അനന്തപുരിയിലോട്ട് കയറി ചെല്ലുമെന്നാ അയാൾ പറയുന്നേ. മോളെ, എങ്ങനെയെങ്കിലും കുറച്ച് സ്വർണ്ണോ പണോ മോള് സംഘടിപ്പിക്കണം. എത്രയും വേഗം അച്ഛൻ ആ പൈസ കൊടുക്കണം. അല്ലെങ്കിൽ മോളുടെ നിലനിൽപ്പിന് വരെ അത് ബാധിക്കും. മോളെന്തായാലും പെട്ടെന്ന് എവിടുന്നെങ്കിലും പൈസ സംഘടിപ്പിക്കുക. കഴിഞ്ഞ മാസമല്ല അമ്മേ ഞാൻ കുറച്ച് സ്വർണ്ണം എടുത്ത് തന്നത്. ഇനി എവിടുന്നാ ഞാൻ സ്വർണ്ണം എടുത്ത് തരാ? വല്യമ്മ എനിക്ക് തന്ന സ്വർണം വരെ ഞാൻ അച്ഛന് കൊടുത്തതാ. പിന്നെ എവിടുന്ന അമ്മേ ഞാനിതൊക്കെ എടുത്തു തരണ്ടേ? ഇവിടെയാണെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിലൊന്നും പൈസയൊന്നും കൊടുക്കില്ല. ആണുങ്ങളാ കാര്യങ്ങളെല്ലാം നോക്കുന്നേ. മോളെ, ഇപ്പൊ പൈസ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലാ അച്ഛനും അമ്മയും നിൽക്കുന്നത്. മോള് ഞങ്ങളെ കൈവിടരുത്. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനൊന്ന് നോക്കട്ടെ, കിട്ടിയാൽ എന്തായാലും ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും അച്ഛന് കുറച്ച് പൈസ എടുത്തു കൊടുക്കണം. പൈസ ഇല്ലെങ്കിൽ സ്വർണ്ണ ആയാലും മതി. അനാമിക അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലോട്ട് പോവാണ്. മുത്തശ്ശിയുടെ കയ്യില് ഒരുപാട് സ്വർണങ്ങളുണ്ട്. അതൊന്ന് കുറച്ചെടുത്താലും ആരും അറിയാൻ പോകുന്നില്ല. മുത്തശ്ശിക്കാണെങ്കിൽ ഇപ്പോ ആഭരണത്തിനോടൊന്നും അത്ര പ്രിയമില്ല. അതുകൊണ്ട് ഇടുന്നതും കാണാറില്ല. അപ്പൊ അതിൽ നിന്ന് കുറച്ചെടുത്താലും അറിയാനൊന്നും പോകുന്നില്ല. അങ്ങനെ മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് തന്നെ സ്വർണ്ണം എടുക്കാമെന്ന് അനാമിക തീരുമാനിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഭക്ഷണം കഴിച്ച് നല്ല ഉറക്കത്തിലായിരിക്കും. ഇത് തന്നെയാ പറ്റിയ അവസരം എന്ന് കണ്ട് അനാമിക മുത്തശ്ശിയുടെ റൂമിലോട്ട് കയറുകയാണ്. ഈ സമയത്തായിരിക്കും നയന ആ വഴിക്ക് വരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ പമ്മി പമ്മി അനാമിക പോകുന്നത് കാണുമ്പോ നയനയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. നയനയാണെങ്കിൽ അനാമികയുടെ പുറകെ പോകുന്നുണ്ട്. അനാമിക മുത്തശ്ശി ഉറങ്ങാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഉള്ളിലോട്ട് കയറുന്നുണ്ട്. വാതിലെന്തായാലും അടയ്ക്കണ്ട. വാതിൽ അടച്ചു കണ്ടാല് ആരെങ്കിലും വന്ന് തുറക്കും. അപ്പൊ പിന്നെ തുറന്നു തന്നെ കിടക്കട്ടെ. എന്തെങ്കിലും ചോദിച്ചാ മുത്തശ്ശിയെ കാണാൻ വന്നതാണെന്ന് തന്നെ പറയാം എന്ന് അനാമിക തീരുമാനിക്കുന്നു. അങ്ങനെ ഉള്ളിലോട്ട് കയറുകയാണ്. മുത്തശ്ശിയുടെ അടുത്ത് കുറച്ചു നേരം നിൽക്കുന്നുണ്ട്. മുത്തശ്ശി നല്ല ഉറക്കത്തിലാണെന്ന് അനാമിക ഉറപ്പുവരുത്തിയതിനു ശേഷം അലമാര തുറക്കാനായിട്ട് പോവാണ്. തുറക്കുമ്പോ ചാവി കാണുന്നുണ്ടായിരിക്കില്ല. ഷോ, ഈ കിളവി എവിടെയാ ഈ ചാവി കൊണ്ടുവച്ചിരിക്കുന്നേ? ഇനി ചാവി തപ്പിയെടുക്കുമ്പോഴേക്ക് ആരെങ്കിലും വരുമോ? അനാമിക അങ്ങനെ ചാവി തിരയുന്നുണ്ട്. എന്നാ നയന ചിന്തിക്കുന്നുണ്ട്, ഇവളിതെന്താ മുത്തശ്ശിയുടെ റൂമിൽ കാണിക്കുന്നേ? എന്തൊക്കെയോ തിരയുന്നുണ്ടല്ലോ എന്നൊക്കെ നയന ഇങ്ങനെ ഒളിഞ്ഞു കാണുകയാണ്. അനാമിക അങ്ങനെ ചാവി തെരഞ്ഞു മുത്തശ്ശിയുടെ തലേനേക്ക് അടിയിലായിരിക്കും ചാവി എന്ന് ഉറപ്പിക്കുകയാണ്. പതിയെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ചാവി തടയുന്നുണ്ട്. ആഹാ, തലേനയ്ക്കടിയിൽ തന്നെയാ ചാവി. അങ്ങനെ ചാവി പതിയെ എടുക്കാണ്. ഇത് കണ്ട് നയന ആകെ ഞെട്ടുന്നുണ്ട്. ഇപ്പൊ എല്ലാവരെയും വിളിച്ചു കൂട്ടിയാല് ഇവൾ എന്തെങ്കിലും കള്ളം പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കും. അതുകൊണ്ട് ഇതെല്ലാം വീഡിയോ എടുക്കാം. വീഡിയോ സഹിതം ഇവൾ എല്ലാവരെയും മുൻപിൽ കാണിച്ചു കൊടുക്കാം എന്ന് നയന തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നയന വീഡിയോ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് വാതിലിന്റെ അവിടേക്ക് അനാമിക നോക്കുന്നുണ്ട്. നയന വേഗം മാറി നിൽക്കാണ്. ആരും കാണുന്നില്ല. ഇത് പറ്റിയ അവസര. പെട്ടെന്ന് തന്നെ അലമാര തുറന്ന് സ്വർണ്ണം എടുത്ത് ഇവിടുന്ന് സ്ഥലം വിടണം. അങ്ങനെ പതിയെ ചെന്ന് അലമാര തുറക്കുന്നുണ്ട്. തുറന്നു നോക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ ഒരുപാട് ആഭരണങ്ങള് അലമാരയിൽ ഇരിക്കുന്നത് കണ്ട് കണ്ണ് തള്ളി നിൽക്കുമായിരിക്കും അനാമിക. ഇതിപ്പോ എത്ര ആഭരണങ്ങളാ! ഷോ, കണ്ടിട്ട് ഏതൊക്കെ എടുക്കണ്ടെന്നുള്ള കൺഫ്യൂഷൻ ആയല്ലോ. ഏതെടുത്താലും എന്താ, അച്ഛനെ കൊണ്ടുപോയി വിൽക്കാനല്ലേ? കുറച്ചെടുക്കാം, എന്നിട്ട് ബാക്കി അതേപോലെ തന്നെ അവിടെ വെക്കാം. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. ഈ കിളവിക്ക് എന്തിനാ ഇത്രയും സ്വർണങ്ങള്? കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുക. എന്നിട്ടും കോടികളുടെ സ്വർണ്ണാ തള്ളയുടെ കയ്യില്. കുറച്ച് എനിക്ക് തന്നൂടെ? അനാമിക അങ്ങനെ സ്വർണങ്ങളെല്ലാം എടുത്ത് കവറിലാക്കാണ്. അങ്ങനെ ആരും കാണാതെ സാരിയൊക്കെ മറച്ചു പിടിക്കുന്നുണ്ട്. അലമാര അതുപോലെ തന്നെ പൂട്ടി മുത്തശ്ശിയുടെ തലേനക്കടിയില് ആ ഒരു ചാവി കൊണ്ടുവയ്ക്കാണ്. പെട്ടെന്ന് തന്നെ നയൻ അവിടുന്ന് മാറി നിൽക്കാണ്. അനാമിക ഈ സ്വർണ്ണമായിട്ട് നേരെ റൂമിലോട്ട് പോകുന്നുണ്ട്. ഹൗ, ഇപ്പോഴാ സമാധാനായത്. അച്ഛനെ വിളിച്ച് പറയട്ടെ സ്വർണം കിട്ടിയെന്ന്. ആകെ ടെൻഷനിലായിരിക്കും. അങ്ങനെ വേണുവിനെ വിളിച്ച് അനാമിക പറയുന്നുണ്ട്, അച്ഛാ, ഇപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ട്. മുത്തശ്ശിയുടെ സ്വർണ്ണ. പിന്നെ ഇനി ആ മൂർത്തി ജ്വല്ലറിയെ തന്നെ കൊണ്ടുപോയി വിൽക്കരുത്. ആ മാല വിറ്റിട്ടുള്ള കാര്യം തന്നെ അറിയുന്നതല്ലേ?
അതുകൊണ്ട് ഇത് നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി വിറ്റ് ആരും കാണാതെ പൈസ ആക്കണം എന്നൊക്കെ അനാമിക വേണുവിനോട് പറയുന്നുണ്ട്. അതൊക്കെ അച്ഛന് വിട്ടേക്ക്, മോൾ എന്തായാലും സ്വർണം കൊണ്ടുതാ. എന്തായാലും ഞാനിപ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട്, അച്ഛൻ പുറത്ത് തന്നെ നിന്നാൽ മതി, ഞാൻ അച്ഛന് സ്വർണം തരാം എന്ന് അനാമിക പറയുന്നുണ്ട്. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് നയന അവളെ കൈയോടെ തന്നെ എല്ലാവരും മുമ്പിലും കാണിച്ചു കൊടുക്കാമെന്ന് കരുതി നിൽക്കുമായിരിക്കും. ഈ വീഡിയോ ആദ്യം കാണിച്ചു കൊടുക്കുന്നത് ആദർശനായിരിക്കും. ആദർശേട്ടാ, ഞാനൊരു വീഡിയോ കാണിച്ചു തരട്ടെ. ആദർശേട്ടൻ അത് കണ്ടിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത്, എല്ലാവരെയും അറിയിക്കണം. ഇങ്ങനൊരു കള്ളത്തരം നമ്മുടെ വീട്ടിൽ നടക്കാൻ പാടില്ല, അതുകൊണ്ടാ. എന്താ നയനെ, എന്താ കാര്യം? ആദർശേട്ടൻ ആദ്യം ഈ വീഡിയോ കണ്ടു നോക്ക്. വീഡിയോ കണ്ട് ആദർശാകെ ഞെട്ടി നിൽക്കുകയായിരിക്കും. എന്തായാലും മുത്തശ്ശിയുടെ സ്വർണ്ണ, അതുകൊണ്ട് ഈ വീട് വിട്ട് ആ സ്വർണം പോവരുത്. അതിനു മുൻപേ ആ സ്വർണവുമായിട്ട് അനാമികയെ പിടിക്കണം, എല്ലാവരെയും അറിയിക്കണം. ഇത് തെളിവില്ലാതെ അവളോട് ചോദിക്കാൻ ചെന്നാൽ അവൾ പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അതുകൊണ്ടാ ഞാൻ വീഡിയോ എടുത്തത്, അല്ലെങ്കിൽ അപ്പം തന്നെ അവളെ പിടിക്കായിരുന്നു. ഇത് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അവള് മുത്തശ്ശിയുടെ സ്വർണ്ണ എടുത്തിരിക്കുന്നത്. ഇങ്ങനൊരു പെരുങ്കല്ലിയെയാണല്ലോ അനിക്ക് വേണ്ടി കണ്ടെത്തിയത്. എന്തായാലും ഇത് അനി അറിയുമ്പോൾ അവൻ്റെ അവസ്ഥയാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ആദർശേട്ടാ, എല്ലാവരോടും പറയണം. അങ്ങനെ ആദർശ് ഈ വീഡിയോ ആയിട്ട് ഹോളിലോട്ട് വരുന്നുണ്ട്. മുത്തശ്ശിനെയും മുത്തശ്ശിയെയും അച്ഛനെയും ദേവിയാനിയെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട്. എന്താ ആദർശേ, എന്താ കാര്യം? എനിക്കൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. ഈ സമയത്തായിരിക്കും ഒരു ബാഗും എടുത്ത് അനാമിക താഴോട്ട് വരുന്നത്. അനാമിക ധൃതിപ്പെട്ട് ഇറങ്ങാൻ നേരത്ത് നയന പറയുന്നുണ്ട്, എങ്ങോട്ടാ അനാമികയെ നീ പോകുന്നേ? എല്ലാം നിന്നോട് ബോധിപ്പിക്കണോ? എനിക്കൊന്ന് പുറത്തോട്ട് പോകണം, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ പോകണ്ട, കുറച്ചു നേരം കഴിഞ്ഞ് പോവാം. ഇത് കേട്ട ആദർശം പറയുന്നുണ്ട്, ഇപ്പോൾ പോകണ്ട അനാമികയെ, നീ ഇവിടെ നിൽക്ക്, എനിക്ക് പോകണം. എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? എനിക്കിപ്പോൾ പോയേ പറ്റൂ എന്ന് വാശി പിടിക്കുകയാണ് അനാമിക. നിന്നോടിപ്പോൾ പോണ്ടെന്നാ പറഞ്ഞതെന്ന് ആദർശ് ദേഷ്യത്തോടു കൂടി പറയാണ്. ആദർശിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അനാമിക പേടിച്ചവിടെ നിൽക്കുന്നുണ്ട്. എന്താടാ, എന്താ കാര്യം? മോൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും, അവൾ പൊക്കോട്ടെ എന്ന് ദേവയാനി പറയാണ്. അവൾ പോകുന്നതിന് മുൻപേ എല്ലാവരും ഈ വീഡിയോ കാണ്. അങ്ങനെ എല്ലാവർക്കും വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഇത് കണ്ട് അനാമിക പേടിച്ച് വരച്ച് നിൽക്കുമായിരിക്കും. അനാമിക സ്വർണ്ണ എടുത്ത വീഡിയോ എല്ലാവരും കണ്ട് ആകെ ഷോക്കിലായിരിക്കും. ദേവയാനി അടക്കം അനാമികയുടെ മുഖത്തോട്ട് ദേഷ്യത്തോടു കൂടി നോക്കുകയാണ്. എന്നാ നയന പറയുന്നുണ്ട്, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. ഞാൻ കണ്ടതുകൊണ്ടല്ലേ ആ സ്വർണം നീ എടുത്തത് ഞങ്ങൾ അറിഞ്ഞത്, അല്ലെങ്കിൽ അതറിയുമായിരുന്നോ? എന്തായാലും ആ മുത്തശ്ശിയുടെ സ്വർണം ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് സ്വർണ്ണം ഇവിടെ വെക്ക്. ഞാൻ സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല. പിന്നെ വീഡിയോയിലുള്ളതോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞ്. എന്നാ ബാഗ് കാണിക്ക്, ബാഗ് നോക്കട്ടെ. വേണ്ട, എൻ്റെ ബാഗൊന്നും നോക്കണ്ട. എന്തിനാ എൻ്റെ ബാഗ് നോക്കുന്നേ? തെറ്റ് ചെയ്തിട്ടും സമ്മതിക്കാതെ നിൽക്കുന്ന അനാമികയെ കാണുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ബാഗിന് താടിയെന്നും പറഞ്ഞ് ബാഗിന് വാങ്ങിക്കുകയാണ്. അതിനുശേഷം ബാഗിലെ സ്വർണ്ണങ്ങളെല്ലാം നിലത്തങ്ങ് കൊട്ടുന്നുണ്ട്. മുത്തശ്ശിയുടെ സ്വർണ്ണങ്ങളായിരിക്കും അതെല്ലാം. ഇത് കണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഞെട്ടുവാണ്. എടി പെരുങ്കള്ളി, നീയാണല്ലേ അപ്പോൾ ഈ വീട്ടിലെ സ്വർണ്ണങ്ങളെല്ലാം മോഷ്ടിച്ചത്? അന്ന് നയനമോളും നവ്യമോളും എടുത്തു എന്ന് പറഞ്ഞ സ്വർണം നീയാണല്ലേ അടിച്ചു മാറ്റിയത് എന്നൊക്കെ ചോദ്യം ചെയ്യാണ് എല്ലാവരും.